നമ്മുടെ കെ സുധാകരൻ പറയുന്നത് കേരളത്തിൽ ഇടത് സർക്കാർ തന്നെ തുടർഭരണം ഇടത് സർക്കാരിന് തന്നെ ആയിരിക്കും എന്ന് പറയാണ് നമ്മുടെ കെ സുധാകരൻ. അതായത് സുധാകരൻ പറയുന്നത് ഈ ഇപ്പോഴത്തെ ഒരു പോക്കും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അങ്ങനെ തന്നെയാണ്, അങ്ങനെ അല്ല എന്ന് പറയാൻ തക്ക കാരണങ്ങളൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. അപ്പൊ എന്തായിരിക്കും സുധാകരന്റെ ഉദ്ദേശം? സുധാകരന്റെ ഉദ്ദേശത്തിനേക്കാൾ അപ്പുറം സുധാകരൻ പറഞ്ഞതിന് ഒരു യാഥാർത്ഥ്യം നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതായത് നമ്മളിപ്പം പരിശോധിച്ചാൽ എന്തുകൊണ്ട് സുധാകരൻ അങ്ങനെ പറഞ്ഞു, ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ദിവസങ്ങളിലൂടെയാണ് കടന്നുപോയത്. നിർണായകം എന്ന് പറഞ്ഞാൽ അതീവ നിർണായകമായ ദിവസങ്ങളിലൂടെ. ഇപ്പം നമ്മൾ നോക്കൂ, രമേശ് ചെന്നിത്തല ഇന്നാണ് നാമനിർദ്ദേശ പത്രിക കൊടുത്തിട്ട് റോഡ് ഷോ സഹിതം ആരംഭിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥി നിർണയം എന്ന് പറയുന്നത് എല്ലാ കാലത്തും കീറാമുട്ടി തന്നെയാണ്. അതായത് ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറേ എം പിമാർ അല്ലെങ്കിൽ കുറേയധികം നേതാക്കന്മാർക്ക്, മുതിർന്ന നേതാക്കന്മാർക്ക് അവരുടെ നോമിനികളെ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ആക്കി ഇവരിതിനെ മാറ്റുന്നു. പിന്നെ ഇതിനകത്ത് നടക്കുന്ന വിമത നീക്കങ്ങൾ, ഇതൊക്കെ വലിയ ദോഷം ചെയ്യുന്ന കാര്യമാണ്. ഇപ്പം ജി സുധാകരനെ പോലെയുള്ള ആളുകൾ, പി കെ ശശി, കുഞ്ഞികൃഷ്ണൻ, ടി കെ ഗോവിന്ദൻ, ഇങ്ങനെ പറയുന്ന എവിടെ നിന്നെങ്കിലും, ഇപ്പം ഐഷ പോറ്റി, ഇങ്ങനെയുള്ള നേതാക്കന്മാരെ ഏതെങ്കിലും മറ്റൊരു പാർട്ടിയിൽ നിന്ന് അല്ലെങ്കിൽ ഇപ്പം CPM-ൽ നിന്ന് വന്നവരാണ് ഇത്രയും പേര്. അപ്പം ഇത്രയും പേര് അങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഇവർക്ക് ഒരു സാധ്യത കൽപ്പിച്ചു കൊടുത്ത് ഇവരെ പിന്തുണയ്ക്കാൻ പോകുന്ന ഒരു സമീപനം ഏതെങ്കിലും ഒരു കാലത്ത് കോൺഗ്രസ് പയറ്റിയിട്ടുണ്ടോ? എന്തിനാണ് കോൺഗ്രസ് ഇങ്ങനെ ദാരുണമായ ഒരു ഗതികെട്ട ഒരു അവസ്ഥയിലേക്ക് കോൺഗ്രസ് പോയത്? എന്തിനാണ്? അപ്പോൾ കോൺഗ്രസിനുള്ളിൽ തന്നെ ഇപ്പോൾ മനസ്സിലാക്കിയ ഒരു പ്രധാനപ്പെട്ട കാര്യം, അവർക്ക് വീണ്ടും ഒരു പ്രതിപക്ഷത്തേക്ക് പോകാനുള്ള നീക്കമാണ് അല്ലെങ്കിൽ സാഹചര്യമാണ് ഇന്ന് കേരളത്തിലുള്ളത് എന്നുള്ള കാര്യം ഇന്ന് UDF-ന് മനസ്സിലായിട്ടുണ്ട്, അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇപ്പൊ നോക്കൂ, ഈ വരുന്ന ദിവസങ്ങളിൽ 23-ാം തീയതി ഈ നാമനിർദ്ദേശ പത്രിക കൊടുക്കേണ്ട അവസാന ദിവസമാണ്. ഈ നാമനിർദ്ദേശ പത്രിക കൊടുക്കേണ്ട അവസാന ദിവസം തിങ്കളാഴ്ച എന്നുള്ളത് ആലോചിച്ച് നോക്കൂ. നാളെ ഒരു ദിവസം അവധിയാണ്, ഞായറാഴ്ച അവധിയാണ്. അപ്പം ഇവർക്ക് കയ്യിൽ കിട്ടിയിരിക്കുന്നത് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ്. ഇനിയും ഏപ്രിൽ മാസം ആകുമ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് എത്തി. എത്ര ദിവസം കൊണ്ട് തെരഞ്ഞെടുപ്പിന്റെ അവർക്ക് പ്രചരണത്തിന്? ആലോചിച്ച് നോക്കിക്കോളൂ. 9-ാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഈ 9 വരെയുള്ള 7-ാം തീയതി തെരഞ്ഞെടുപ്പ് അവസാനിപ്പിക്കണം. അപ്പം ഇനിയും ഈ പറയുന്ന 23, 26-ാം തീയതി ഈ പട്ടിക പിൻവലിക്കുക അല്ലെങ്കിൽ ഈ നോമിനേഷൻ പിൻവലിക്കേണ്ട അവസാന ദിവസം. ഇവർക്ക് ആകെ ഇനിയും 23 മുതൽ അല്ലെങ്കിൽ ഇന്ന് മുതൽ കണക്കാക്കി നോക്കിക്കോളൂ. ഇന്ന് മുതൽ കണക്കാക്കി നോക്കിയാൽ അവരുടെ മുന്നിൽ ഒരു എത്ര ദിവസമുണ്ട്? കഷ്ടിച്ചൊരു 20 ദിവസം പോലും ഇല്ല അവരുടെ മുന്നിൽ. കഷ്ടിച്ച് 20 ദിവസമില്ല. 7-ാം തീയതി ആകുമ്പോൾ അവർക്കെല്ലാം പൂട്ടിക്കെട്ടണം. 7-ാം തീയതി വരെ ഉള്ളൂ പരസ്യ പ്രചരണം. 48 മണിക്കൂർ മുമ്പ് പരസ്യ പ്രചരണം അവസാനിപ്പിക്കണമെന്നാണുള്ള നിർദ്ദേശം. ഇതിനകത്ത് വെച്ച് ഇവർക്ക് എങ്ങനെ സ്വാധീനിക്കാൻ കഴിയും? ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരാഴ്ച മുന്നേ തന്നെ ഇടതുപക്ഷത്തിന് സ്പേസ് കിട്ടി. അവിടെയാണ് കാര്യം. ഒരാഴ്ച മുന്നേ ഇടതുപക്ഷത്തിന് സ്പേസ് കിട്ടി. എന്തുകൊണ്ടാണ്? സ്ഥാനാർത്ഥി നിർണയം വളരെ ചിട്ടയോടുകൂടി സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി. ഈ സ്ഥാനാർത്ഥി നിർണയം ഞായറാഴ്ച പ്രഖ്യാപിക്കുന്നു. ഞായറാഴ്ച പ്രഖ്യാപിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ ഏകദേശം അവര് വൈകുന്നേരത്തോടു കൂടി തന്നെ ആദ്യത്തെ റോഡ് ഷോ നടത്തിയെന്നേ. അവര് എല്ലാവരും കൂടെ അവരവരുടെ മണ്ഡലങ്ങളിൽ റോഡ് ഷോ നടത്തി. എത്ര കൃത്യമായിരുന്നു അവരുടെ പ്ലാനിങ് നമ്മൾ ആലോചിച്ച് നോക്കിയോളൂ. അങ്ങനെ LDF വളരെ കൃത്യമായി കൊണ്ടുവന്നു. അപ്പം ഒരാഴ്ച കൂടുതൽ അവർക്ക് കിട്ടി, LDF-ന് കിട്ടി. LDF-ന് തന്നെയുമല്ല, LDF-ന് പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ LDF-ന്റെ ഒരു ഇത് കാണിക്കണം എന്നുണ്ടെങ്കിൽ എളുപ്പമാണ്. അവർ അടുത്ത സ്കൂളിന്റെ ഫ്രണ്ടിൽ പോയി നിന്നിട്ട്, ഗവൺമെന്റ് സ്കൂളിന്റെ മുന്നിൽ പോയി നിന്നിട്ട് ഇത് കണ്ടില്ലേ, നിങ്ങൾ ഇതിനൊരു വോട്ട് തന്നാൽ മതി. ഇപ്പൊ ബേപ്പൂരിൽ എങ്ങനെ വിദ്യാഭ്യാസത്തിനൊരു വോട്ട് എന്നാണ് ബേപ്പൂരിൽ കൊടുക്കുന്ന പിന്നെ ഈ പറയുന്ന നമ്മുടെ ഇത് മുഹമ്മദ് റിയാസ് പറയുന്ന പുതിയ സന്ദേശം, വിദ്യാഭ്യാസത്തിനൊരു വോട്ട് തരിക. ഇത് അല്ലേ ഏറ്റവും പ്രധാനം? അടിസ്ഥാന പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നില്ലേ? പല മണ്ഡലങ്ങളും അങ്ങനെ തന്നെയാണ്. അവിടുത്തെ ആശുപത്രികളുടെ വികസനം, സ്കൂളുകളുടെ വികസനം, അവിടുത്തെ PWD റെസ്റ്റ് ഹൗസുകൾ ഉണ്ടെങ്കിൽ അതിന്റെ വികസനം, റോഡുകളുടെ വികസനം, പാലങ്ങള്, ഇതെല്ലാം കൂടി വന്ന് നിൽക്കുന്നത്. ഇപ്പൊ നോക്കൂ, നമ്മൾ ഒരു തിരിഞ്ഞു നോക്കിക്കഴിയുമ്പോൾ കഴിഞ്ഞ വാർത്തകളിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട പാലങ്ങളുടെ മാത്രം ലിസ്റ്റ് എടുത്ത് വെച്ച് നോക്കൂ. ആർക്കാണ് എന്താണ് ഇമ്പോർട്ടൻസ് ഉണ്ടാവുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. LDF-നാണ് കൂടുതൽ മുൻതൂക്കം ഉള്ളത്. ഇപ്പൊ നോക്കുള്ളൂ, പെരുമ്പളം പാലം ഉദ്ഘാടനം കഴിഞ്ഞു. എത്രയോ വലിയ പാലമാണ്. വിഷ്വൽ കാണുന്നവർക്കും അവിടെ വന്ന് പോകുന്നവർക്കും ഇപ്പം നിരവധി ആളുകളാണ് അവിടേക്ക് ടൂറിസം എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നത്. ആ പാലം കാണാൻ തന്നെ ആൾക്കാർ പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ കാണാൻ പെരുമ്പളം പാലത്തിലേക്ക് പോകുന്ന ആൾക്കാരെല്ലാം ചിന്തിക്കുന്ന ഇത് ആരുടെ വികസനം? ഉണ്ടാക്കി വെച്ചിരിക്കുകയാണെന്നേ. സ്ട്രെയിറ്റ് ആയിട്ട് ആൾക്കാർക്ക് കാണാൻ പറ്റുന്ന രീതിയിലാണ് വികസനം ഇരിക്കുന്നത്. അപ്പൊ ആ വികസനം തന്നെയല്ല, എല്ലാ മാസവും ഇതാ കിടക്കുന്ന 2000 രൂപ എല്ലാവരുടെ കൈ പെൻഷൻ കിട്ടുകയാണ്. ഈ മാർച്ച് മാസത്തിൽ ഒരു പെൻഷൻ മേടിച്ചു 4000 രൂപയാണ് ഇപ്പം ഒരുമിച്ച് കിട്ടുന്നത്. ഇപ്പൊ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴേക്ക് ഇനി അടുത്ത ഏപ്രിൽ മാസം ആകുമ്പോൾ അടുത്ത പെൻഷനായി.
അപ്പൊ അവർക്ക് പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നു. അതൊക്കെയല്ലേ അവരുടെ കയ്യിലേക്ക് തെളിവുകളായി, വികസനമായിട്ടും പെൻഷനായിട്ടും ഒക്കെ അവരുടെ കയ്യിൽ തെളിവുകളായി കിട്ടുമ്പോൾ എങ്ങനെയാണ് മറ്റൊരു മുന്നണിയെ പിന്താങ്ങാൻ ജനങ്ങൾക്ക് കഴിയുക എന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ നിലയ്ക്ക് അടിയിട്ടുകൊണ്ടിരിക്കുന്ന ഒരു മുന്നണി, ഒരു സ്ഥാനാർത്ഥിയെ പോലും ഇതുവരെ മര്യാദയ്ക്ക് പ്രഖ്യാപിക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ ഒരു 92 സ്ഥാനാർത്ഥികളെ ഒരു മര്യാദയ്ക്ക് പ്രഖ്യാപിക്കാൻ കഴിയാത്ത ഒരു മുന്നണി, ഈ മുന്നണിയെ അല്ലെങ്കിൽ ഒരു പാർട്ടി, ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയായിരിക്കും മുന്നോട്ടുള്ള ഭരണം കൊണ്ടുപോവുക? വളരെ സിമ്പിൾ അല്ലേ? ജനം അങ്ങനെ ചിന്തിച്ചില്ലെങ്കിലല്ലോ അതിശയം. ഇപ്പൊ കെ സുധാകരൻ തന്നെ ആലോചിച്ച് നോക്കൂ. കെ സുധാകരൻ കഴിഞ്ഞ 3 ദിവസമായിട്ട് വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു താരമായിരുന്നേ. ഈ കെ സുധാകരൻ മാത്രമായിട്ട് കോൺഗ്രസിനെ എത്ര തവണ അല്ലെങ്കിൽ എത്രത്തോളം പ്രതിരോധത്തിലാക്കി ഇല്ലേ? എനിക്ക് സ്ഥാനാർത്ഥി വേണം, സ്ഥാനാർത്ഥി വന്നേ പറ്റൂ, തന്നെ പറ്റൂ എന്നുകൊണ്ട് എനിക്ക് തോന്നുന്നൊരു 4-5 ദിവസമായിട്ട് തന്നെ സുധാകരന്റെ ഈ ഒരു പ്രസ്താവന തന്നെയായിരുന്നു ഉണ്ടാവുക. ഏറ്റവും കൂടുതൽ എന്ത് സംഭവിച്ചു? എല്ലാത്തിനും വഴങ്ങിക്കൊടുത്തുകൊണ്ട് കെ സുധാകരന് തിരിച്ചു വരേണ്ടി വന്നു. പിന്നെ എന്തിനായിരുന്നു ഈ നാടകം കളിച്ചത് സുധാകരൻ? അപ്പം കെ സുധാകരൻ എന്ന് പറയുന്ന നേതാവ് തന്നെത്താനെ അവിടെ ഈ പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കി എന്നുള്ളത് വേറൊരു ഘട്ടം. ഈ പറയുന്ന സോഷ്യൽ മീഡിയ അടക്കം, അതായത് നമ്മുടെ നവമാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളെല്ലാം ഇത്ര ശക്തമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ, എന്ത് സാധനവും ഇപ്പൊ AI വഴി എന്ത് സാധനവും വിരൽത്തുമ്പി കിട്ടുന്ന ഒരു സാഹചര്യത്തിൽ VD സതീശൻ എത്ര ഭംഗിയായിട്ടാണ് നമ്മുടെ കേരളത്തിൽ നുണ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് നുണയാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന സാഹചര്യം ഈ എല്ലാ സാമൂഹ്യ മാധ്യമങ്ങളും, ഇന്ന് എല്ലാവരും സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നവരാ. അപ്പൊ അവരുടെ കയ്യിലേക്ക് ഈ വിവരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ ഇത് VD സതീശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പച്ചയ്ക്ക് നുണയാണ് എന്നും, ഇവിടെ കെ സുധാകരൻ അടക്കമുള്ള നേതാക്കന്മാർ ഈ നാട് മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങേ അറ്റത്തെ എന്താ പറയുന്നത് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന കാര്യങ്ങളാണെന്ന് ജനത്തിനറിയാം. അപ്പം നമ്മൾ ആലപ്പുഴക്കാരോട് പറയുകയാണെന്നുണ്ടെങ്കിൽ ആലപ്പുഴ 3-4 പാലങ്ങളിൽ കൊണ്ട് നിർത്തിയാൽ മതി. ഈ പറയുന്ന മുപ്പാലം അടക്കമുള്ള പാലങ്ങളിൽ കൊണ്ടുവന്ന് ആൾക്കാരെ നിർത്തിയിട്ട് ഇതാണ് സർക്കാരിന്റെ പ്രോജക്റ്റ് കാണിച്ചു കൊടുത്ത പ്രശ്നം കഴിഞ്ഞു ഇല്ലേ? അത് എല്ലാ മണ്ഡലങ്ങളിലും ഉണ്ട്, 140 മണ്ഡലങ്ങളിലും ഉണ്ട് ഈ ഒരു ഗുണം. ഇതാണ് ജനം ചർച്ച ചെയ്യുന്നത്. സോ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്ന ഒരു സാധനത്തെ കൊണ്ടുവന്ന് ഇംപ്ലിമെന്റ് ചെയ്യാൻ അക്ഷരാർത്ഥത്തിൽ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. UDF അക്കാര്യത്തിൽ പരാജയപ്പെട്ടു പോയി. അവർ ഉയർത്തിക്കൊണ്ടുവന്ന ശബരിമല സ്വർണ്ണക്കൊള്ള എന്തായി? നമ്മൾ അതും മനസ്സിലാക്കണമല്ലോ. അവർ ഏറ്റവും കൂടുതൽ സർക്കാരിനെതിരായിട്ട് കൊണ്ടുവന്ന എന്താണ്? ഈ പറയുന്ന ശബരിമല ആഗോള അയ്യപ്പ സംഗമത്തിന് ശേഷം കൊണ്ടുവന്ന എന്താ? അവർ കൊണ്ടുവന്നതാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള. ഈ സ്വർണ്ണക്കൊള്ള ഏറ്റവും അവസാനം തിരിഞ്ഞു കൊത്തുന്ന അവസാനം ഒരു ബൂമറാങ് പോലെ ആയില്ലേ? ഇപ്പൊ അതാ ഇപ്പൊ ഈ സാഹചര്യത്തിൽ അത് തന്നെയാണ് ഇപ്പൊ വിധി പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. ഇപ്പൊ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി ശബരിമലയെ കുറിച്ച് മിണ്ടുന്നുണ്ടോ? UDFന്റെ ഇത്രയും ദിവസമായല്ലോ. ശബരിമല സ്വർണ്ണക്കൊള്ളയെ കുറിച്ച് ആരെങ്കിലും ഒരു അക്ഷരം മിണ്ടുന്നുണ്ടോ? മിണ്ടാനില്ല. മിണ്ടിക്കഴിഞ്ഞാൽ അത് തിരിച്ച് ശബരിമല എന്ന് പറയുന്ന ഒരു വാക്ക് LDF എടുത്ത് പ്രയോഗിച്ചു തുടങ്ങിയാൽ അവിടെ തീരുന്നു. അത് UDFനെ അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയെ അമ്പേ പ്രതിരോധത്തിലാക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇപ്പൊ ശബരിമല സ്വർണ്ണക്കൊള്ളയെ കുറിച്ചും അവർക്കാർക്ക് മിണ്ടാട്ടമില്ല. ഇപ്പൊ പത്തനംതിട്ടയിലെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് അദ്ദേഹത്തിനെ പുറത്താക്കുന്ന, പത്മകുമാറിനെ പുറത്താക്കുന്ന ഒരു നീക്കവും കൂടെ നടന്നു. അപ്പൊ അതോടുകൂടി കാര്യങ്ങളെല്ലാം ശുഭകരമായി അവസാനിച്ചു. ഇനിയിപ്പം തന്നെയല്ല, കഴിഞ്ഞ ദിവസം തന്നെ ഹൈക്കോടതി പറഞ്ഞു ഇവിടെ യാതൊരു പ്രശ്നം ഉണ്ടാകുന്നില്ല, അന്വേഷണം വളരെ നന്നായിട്ടാണ് പോകുന്നത്. ഈ പറയുന്ന ഇദ്ദേഹത്തിന്റെ ജാമ്യം റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വരെ അവിടെ കേട്ടു. അതായത് തന്ത്രിയുടെ അപ്പം ഈ തന്ത്രിയുടെ ജാമ്യം റദ്ദാക്കി വിചാരണ കോടതിയുടെ നടപടി തന്നെ ഹൈക്കോടതി തടഞ്ഞു വെച്ചു. ഇനി അങ്ങോട്ടുള്ള ഓരോ കാര്യങ്ങളും ആലോചിച്ച് നോക്കൂ. അന്വേഷണത്തിന് യാതൊരു കുഴപ്പമില്ല. എന്നിട്ട് ഉടനെ ഡേറ്റ ചോർച്ച എന്നും പറഞ്ഞുകൊണ്ട് രമേശ് ചെന്നിത്തല വീണ്ടും ഒരു വിവാദമായിട്ട് വരുന്നത്. ഈ ഡേറ്റ ചോർച്ച വന്നു കഴിഞ്ഞപ്പോൾ ഹൈക്കോടതി എന്താ പറഞ്ഞത്? അതിനകത്ത് എവിടെയാണ് ഡേറ്റ ചോർച്ചയെന്ന് ഹൈക്കോടതി അങ്ങോട്ട് ചോദിച്ചിട്ട് പറഞ്ഞു ഇത് കാണുന്നത് നല്ല രീതിയിലുള്ള ഒരു ഭരണനിർവഹണത്തിന്റെ കാര്യമല്ലേ എന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. എന്ന് വെച്ചാൽ ഇവിടുന്ന് പോയിട്ട് സർക്കാരിന് വേണ്ടിയിട്ട് ഗുഡ് സർട്ടിഫിക്കറ്റ് മേടിച്ചുകൊണ്ട് വന്ന പ്രതിപക്ഷ പാർട്ടിയിൽപ്പെട്ട ഒരു നേതാവാണ് രമേശ് ചെന്നിത്തല. അപ്പൊ സർക്കാരിന്റെ ഗുഡ് സർട്ടിഫിക്കറ്റ് കൊണ്ടാണ് പുള്ളി ഹൈക്കോടതിയിൽ നിന്ന് വരുന്നത്. വേണ്ടേ കിട്ടിയേ, പിണറായി വിജയൻ സന്തോഷമായില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് കൊടുത്ത ഒരാളാണ് രമേശ് ചെന്നിത്തല. ഇന്ന് നോക്കൂ, ഈ കഴിഞ്ഞ കാലം എത്ര അഴിമതി കേസുകൾ ഉയർത്തിക്കൊണ്ടുവന്നു. ഈ അഴിമതി കേസുകൾ ഏതെങ്കിലും ഒരു സിംഗിൾ പോയിന്റിൽ ഒരൊറ്റ പോയിന്റ് പറഞ്ഞിട്ട് പിണറായി വിജയനെയോ അല്ലെങ്കിൽ പോട്ടെ കേരളത്തിലെ മന്ത്രിസഭയിലെ ഏതെങ്കിലും ഒരു മന്ത്രിയെ ഒന്ന് പിൻ പോയിന്റ് നിർത്താൻ ഒരു മണിക്കൂർ നേരത്തേക്കെങ്കിലും ഒരു അന്വേഷണ ഏജൻസിയുടെ മുന്നിൽ കൊണ്ടുപോയി നിർത്താൻ ഈ പ്രതിപക്ഷ നേതാക്കന്മാർ കഴിഞ്ഞിട്ടുണ്ടോ? ഒറ്റ മണിക്കൂർ നേരത്തേക്ക് ഒരു നേതാവിനെയെങ്കിലും ഒരു മന്ത്രിയെങ്കിലും ഒരു അന്വേഷണ ഏജൻസിയുടെ മുന്നിൽ കൊണ്ടിരുത്തിയിട്ട് ഒരു ചോദ്യം ചെയ്യലിന് വിധേയനാകാൻ ഇതുവരെ ഒരു മന്ത്രിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? 10 വർഷമായെന്നേ കേരളം ഭരിക്കാൻ തുടങ്ങിയിട്ട് ഇടതുപക്ഷ മന്ത്രിസഭ. 10 വർഷം.
ഒരു തവണ ഈ 10 വർഷത്തിനിടയിൽ ഒറ്റ ദിവസം, ഒറ്റ മണിക്കൂർ, സിംഗിൾ മണിക്കൂർ, എത്ര മണിക്കൂറുണ്ട് ഈ 10 വർഷത്തിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. 700 ചില്ലാനം ദിവസങ്ങളുണ്ട്. ഈ 700 ചില്ലാനം ദിവസങ്ങളിൽ എവിടെയെങ്കിലും 720 സംതിങ് ഡേയ്സ് വരും. ഈ ദിവസത്തിൽ ഒരൊറ്റ ദിവസം 1 മണിക്കൂറിൽ ഒരു മന്ത്രിയെ എവിടെയെങ്കിലും ഒരു അന്വേഷണ ഏജൻസിക്ക് മുന്നിൽ ഇരുത്താൻ കഴിയാത്തവരല്ലേ ഈ പ്രതിപക്ഷം? അതേസമയം ഈ പറയുന്ന UDF ഭരിക്കുന്ന കാലഘട്ടത്തിൽ ഇതേ UDFന്റെ മുഖ്യമന്ത്രിയെ അന്ന് 11 മണിക്കൂർ ചോദ്യം ചെയ്യലിൽ ഇരിക്കേണ്ടി വന്നു. അതേ ഒരു മുഖ്യമന്ത്രിക്ക്, ആർക്കാ പറയാ, ഉമ്മൻചാണ്ടിക്ക് 11 മണിക്കൂർ ചോദ്യം ചെയ്യലിന് വിധേയനാവേണ്ടി വന്നു. അതിനും കാരണക്കാരാരാ? ഈ UDFകാർ തന്നെ. ആലോചിച്ച് നോക്കണം. ഈ സ്വന്തം പാർട്ടിയിൽ നിന്ന് ഉയർന്നു വന്ന ഒരു ആരോപണം സ്വാഭാവികമായിട്ട് പ്രതിപക്ഷം എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ആ ആരോപണത്തെ പ്രതിപക്ഷം ഏറ്റുപിടിക്കും. അതാണ് ഇവിടെ സംഭവിച്ചത്. അല്ല പിണറായി വിജയനോ അല്ലാന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഇടതുപക്ഷം ഒന്നും ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയിട്ടില്ല. ആ വേട്ടയാടലിന് തുടക്കം കുറിക്കുന്നത് അവർ തന്നെയായിരുന്നു, ഭരണപക്ഷത്തും തന്നെയായിരുന്നു. എന്തിനാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉമ്മൻചാണ്ടി പോലും അറിയാത്ത സമയത്ത് ഇദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയെ പിടിച്ച് അറസ്റ്റ് ചെയ്യിച്ചത്? ജോപ്പനെ അറസ്റ്റ് ചെയ്യിച്ചത് എങ്ങനെയാണ്? അപ്പോൾ ജോപ്പൻ അറസ്റ്റിലാവുന്നു, അദ്ദേഹത്തിന്റെ ഗൺമാൻ അറസ്റ്റിലാവുന്നു. ഇതൊക്കെ എങ്ങനെ? അപ്പം സ്വാഭാവികമായും അവര് ഉമ്മൻചാണ്ടിക്ക് വെച്ച കെണി തന്നെയായിരുന്നു അത്. അവരൊരുക്കിയ ഒരു കെണിക്കകത്ത് ഉമ്മൻചാണ്ടിയെ കൊണ്ട് ചാടിച്ചു, തിരുവഞ്ചൂരിന് മുഖ്യമന്ത്രിയാകാൻ വേണ്ടി. ഇതായിരുന്നു കള്ളക്കളി. അപ്പൊ ഇതെല്ലാം ചെയ്ത്, എന്നാൽ ഇതേ സമയം നമ്മൾ എത്ര ഭംഗിയായിട്ടാണ് എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു മന്ത്രിസഭയ്ക്കുള്ളിൽ പോലും കോർഡിനേഷൻ ഇല്ലാത്ത ഒരു മുന്നണിയാണ് ഇവിടുത്തെ UDF എന്നുള്ള കാര്യം ജനത്തിന് ബോധ്യപ്പെട്ടു. ഒരു കോർഡിനേഷൻ ഇല്ല. ഇവിടെ നോക്കൂ, 2018 പ്രളയം സംഭവിക്കുന്നു. ഈ 2018 പ്രളയം സംഭവിച്ച് നമ്മളൊരു പ്രളയം കഴിഞ്ഞ് ഒരു മാസത്തിന് ശേഷം, ഞാൻ മാക്സിമം വെച്ചേക്കുന്നത് ഒരു 1 മന്തിന് ശേഷം നമ്മൾ ഈ പ്രളയം ബാധിച്ച പ്രദേശങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്ത് നോക്കണം. അങ്ങനെ യാത്ര ചെയ്ത ഒരാളാണ് ഞാൻ. അങ്ങനെ യാത്ര ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രളയത്തിന്റെ ഏതെങ്കിലും ഒരു മാർക്കിംഗ് നമുക്ക് അവിടെ കാണാൻ പറ്റുമായിരുന്നോ? ഇപ്പൊ പ്രളയം ബാധിച്ച ഒരു പ്രദേശത്താണല്ലോ വിദ്യയുടെയും വീട്. ഒരു 1 മന്തിന് ശേഷം പ്രളയം മാർക്കിംഗ് എവിടെയെങ്കിലും നമുക്ക് കാണാൻ കഴിയുമായിരുന്നോ? ഇല്ല. അത്ര ലെവൽ ചെയ്ത് കൊണ്ടുപോയത് എന്തുകൊണ്ടാണ്? കോർഡിനേഷനാണ്. അതായത് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിക്ക് ചുറ്റും നിൽക്കുന്ന മന്ത്രിമാരെ കോർഡിനേറ്റ് ചെയ്യാനുള്ള ഒരു ശക്തി അല്ലെങ്കിൽ ഒരു ആജ്ഞ എന്ന് വെച്ചാൽ ഒരു പവർ ഉണ്ടല്ലോ. ഇതാണ് ശരിക്കും പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രിയെ പ്രളയകാലത്ത് നമുക്ക് കാണിച്ചു തന്നത്. 2020 എത്തുമ്പോൾ, അടുത്ത മന്ത്രിസഭയുടെ അധികാര പരിധിയിലേക്ക് എത്തുന്ന കാലഘട്ടത്തിൽ ഇവിടെ നമുക്ക് 2020 ആകുമ്പോഴാണ് നമുക്കിവിടെ ലോക്ക്ഡൌൺ വരുന്നത്, അല്ലെങ്കിൽ കോവിഡ് വരുന്നത്. നമ്മൾ സത്യം പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ആ ലോക്ക്ഡൌൺ അല്ലെങ്കിൽ ആ കോവിഡ് വന്ന സമയത്ത് ലോക്ക്ഡൌൺ ആയി, ഭക്ഷണം പോലും കിട്ടാത്ത ഒരു സാഹചര്യം, ചക്കവറച്ച് ഇന്നുകൊണ്ടിരുന്ന കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നുപോയത്. അപ്പൊ ആ കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഇന്നും ജീവനോട്ടിരിക്കുന്നത്? സിമ്പിളാണ്, ചോദ്യം സിമ്പിളാ. ഈ പറയുന്ന ഇവരെല്ലാം, അതായത് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും ബാക്കി സിവിൽ സപ്ലൈസ് ആണെങ്കിലും ധനകാര്യമാണെങ്കിലും എല്ലാത്തിനെയും വളരെ കൃത്യം ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ആ ഇംപ്ലിമെന്റേഷൻ സാധ്യമായത്? ഞാൻ നേരത്തെ പറഞ്ഞ കോർഡിനേഷൻ. ഈ കോർഡിനേഷൻ കപ്പാസിറ്റി ഉള്ള ഒരാൾ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന പോലെ എല്ലാ വകുപ്പുകളെയും കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം ഫലപ്രാപ്തിയിൽ എത്തിക്കാൻ കഴിയൂ. നമ്മൾ ഏറ്റവും ഒടുവിൽ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ടൗൺഷിപ്പ് സാധ്യമായെന്നേ. എന്തുകൊണ്ട് ഇത്ര പെട്ടെന്ന് സാധ്യമായി? ജനങ്ങൾക്ക് കൈമാറി കൊടുത്തു. എന്തുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് സ്ഥലവെട്ടെടുപ്പ് നടക്കുന്നു, അതിന്റെ പേര് കേസ് നടക്കുന്നു, കേസ് പൂർത്തീകരിക്കുന്നു, കേസിന് നമ്മൾ അങ്ങോട്ട് പൈസ അടച്ചുകൊണ്ടാണ് നമ്മൾ ആ സ്ഥലം ഏറ്റെടുക്കുന്നത്, എന്നിട്ട് ഏറ്റവും അവസാനം ടൗൺഷിപ്പ് പൂർത്തിയായിരിക്കുന്നു. എന്തുകൊണ്ട് സാധിച്ചു? സിമ്പിൾ കോർഡിനേഷൻ, സംഘടനാ പാടവം. അത് ഈ പറയുന്ന പോലെ അതാണ് UDFന് ഇല്ലാതെ പോയതും. അതുകൊണ്ട് തന്നെയാണ് ഉമ്മൻചാണ്ടിക്ക് 11 മണിക്കൂറോളം അന്വേഷണ ഏജൻസിക്ക് മുമ്പിൽ മുട്ടുകുത്തിയിരിക്കേണ്ടി വന്നത്. അദ്ദേഹത്തിന്റെ സ്വന്തം സഹചാരികളെ പലരെയും ഉമ്മൻചാണ്ടി സ്ഥലത്തില്ലാത്ത സമയത്ത് അറസ്റ്റ് ചെയ്യിക്കേണ്ടി വന്നത്. ഇതാണ് സിറ്റുവേഷൻ. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇതേ കോർഡിനേഷനും ഇതേ സംഘടനാ പാഠവും കൊണ്ട് തന്നെയാണ് ഈ പറയുന്ന കഴിഞ്ഞ ഞായറാഴ്ച ഇലക്ഷൻ വിജ്ഞാപനം പുറപ്പെടുവിച്ച സമയത്ത് 1 മണിക്കൂറിനകത്ത് സ്ഥാനാർത്ഥികൾ റോഡ് ഷോയുമായിട്ട് തെരുവിലേക്ക് എത്തിയത്. ഇതാണ് കോർഡിനേഷൻ. 1 മണിക്കൂറിൽ, അരമണിക്കൂർ കൊണ്ട് സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വിടുന്നു, അടുത്ത അരമണിക്കൂറിൽ ഇവർ ഇറങ്ങുന്നു. ഇതാണ് കൃത്യമായ കോർഡിനേഷൻ. ഇതില്ല. നമ്മളിപ്പോ ഇതില്ല എന്നുള്ള കാര്യം ശരിക്കും കെ സുധാകരന് മനസ്സിലായി. ഇതില്ലാത്തതുകൊണ്ട് ഏറ്റവും മികച്ച സംഘടനാ പ്രബലത കൊണ്ട്, അല്ലെങ്കിൽ ഏറ്റവും മികച്ച സംഘടനാ സംവിധാനമുള്ള LDFനെ പോലൊരു ഭരണകക്ഷിയല്ലേ ഇനിയും വരേണ്ടത്? ജനങ്ങൾക്ക് അതല്ലേ ആവശ്യം? സ്വാഭാവികം. അതുകൊണ്ട് കെ സുധാകരൻ അങ്ങനെ ചിന്തിച്ച് സുധാകരനെ തെറ്റു പറയാൻ പറ്റത്തില്ല. കെ സുധാകരന് സ്വന്തം സംഘടനയുടെ ദൗർബല്യം അറിയാം, സ്വന്തം സംഘടനയിലുള്ള ബാക്കിയുള്ള നേതാക്കന്മാരുടെ സ്വഭാവ ഗുണം അറിയാം. ഇതറിയാവുന്നതുകൊണ്ട് സുധാകരൻ അങ്ങനെ പറഞ്ഞു. അത് യാതൊരു തെറ്റും എനിക്ക് തോന്നിയിട്ടില്ല.